ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ഡെസേർട്ടാണ്. എളുപ്പത്തിലുള്ള ഒരു ഡെസേർട്ടാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സേമിയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ എടുക്കാം. അതിലേക്ക് സേമിയ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വളരെ കനം കുറഞ്ഞ സേമിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ സേമിയ എടുക്കുക. ഇപ്പം എൻ്റെ അടുത്ത് ഇത് ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇത് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. റോസ്റ്റഡ് സേമിയ ആണെങ്കിലും ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്, പക്ഷെ ഞാൻ ഒന്നും കൂടി ഒന്ന് വറുത്തെടുത്തതാണ്. ഒരു 1/4 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് സേമിയ നന്നായി റെഡിയായി കിട്ടും. ഒരു ഡെസേർട്ടിലേക്ക് 2 കപ്പ് പാല് അല്ലെങ്കിൽ 500 ml 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായി തിളച്ച് വരണം. നന്നായി തിളച്ച് വരുമ്പോൾ തീയൊന്ന് കുറച്ച് വയ്ക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. 1/2 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം അത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം ഏതെങ്കിലും ഒരു ഫ്ലേവർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഈ കസ്റ്റർഡ് പൗഡറിന് പകരം കുറച്ച് കോൺഫ്ലോർ കലക്കിയെടുത്താലും മതിയാവും. ഇതൊന്ന് കട്ടയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കസ്റ്റാർഡ് ആകുമ്പോൾ അത് കട്ടയായി കിട്ടുകയും ചെയ്യും, അതുപോലെ നന്നായിട്ട് ഒരു ഫ്ലേവറും ഉണ്ടാവും. അതുകൊണ്ടാണ് കസ്റ്റർഡ് പൗഡർ ഇതുപോലെ എടുക്കുന്നത്. ആ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കസ്റ്റർഡ് പൗഡർ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. കുറച്ച് സാഫ്രോണിൻ്റെ എസെൻസ് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം ഏത് എസെൻസും ചേർക്കാം. ഇനി സാഫ്രോൺ കയ്യിലുണ്ടെങ്കിൽ 2 പിഞ്ച് സാഫ്രോൺ ഇട്ടാൽ നല്ലൊരു മണവും രുചിയൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് തിൻ സേമിയ ആയതുകൊണ്ട് ഒരുപാട് വേവില്ല. അതെല്ലാം നിങ്ങൾ സാധാരണ സേമിയാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഈ ഒരു കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ചെറിയ സേമിയ ആയതുകൊണ്ട് ഈ സമയത്ത് ഒഴിച്ചാലും കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് കുറച്ച് കഴിയുന്തോറും ഇത് ഇതുപോലെ തിക്കായി വരാൻ തുടങ്ങും. തിക്കായി വന്നതിന് ശേഷമാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ഫ്രൂട്ട് സലാഡിനൊക്കെ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തിക്നെസ്സിലാണ് ഇത് എടുക്കേണ്ടത്. ഇപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുറുകി പോകണ്ട, കട്ടയായി പോകും. നല്ലോണം കുറുകി വന്നത് ഒരു പാത്രത്തിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കുക. അപ്പോൾ നല്ലോണം തണുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് റെഡിയാക്കേണ്ടത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്തിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് സേമിയ കസ്റ്റാർഡ് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഴവും പിയറുമാണ് ചേർത്തിട്ടുള്ളത്. ആപ്പിൾ ചേർക്കാം. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഒരു ട്യൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ചെറിയോ എന്തെങ്കിലും ഒരു മധുരമുള്ളത് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി അതിന് മുകളിലേക്കും കുറച്ചുകൂടി സേമിയ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഒന്ന് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി മധുരം ഉണ്ടാവും. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ആൽമണ്ട്സും പിസ്താഷ്യൂവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. തണുപ്പിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂട് സമയമല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.